ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു അറിയിപ്പുമായിട്ടാണ്. അതെ, വാർണിംഗ് ആണ്. CUET മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ എന്തോരം മിസ്സ് ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുള്ളിയെ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ, നമ്മുടെ UGC ചെയർപേഴ്സൺ ജഗദേഷ് കുമാർ. പുള്ളി വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട് ട്വീറ്റൊക്കെ ആയിട്ട്. ഞങ്ങളുടെ ടീം ട്വിറ്ററിൽ ഭയങ്കരമായിട്ട് നോക്കാറുണ്ട് എന്തൊക്കെയാണ് വരുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ വരുന്നതൊക്കെ ട്വിറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ട്വിറ്ററിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് ജഗദീഷ് കുമാർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ കാണാനിടയായി. അത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമുക്ക് കണ്ടുകൂടാ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലാത്ത യൂണിവേഴ്സിറ്റികൾക്കും, ഏതൊരു യൂണിവേഴ്സിറ്റിക്കും, പ്രൈവറ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, CUETയുടെ ഭാഗമാകാം. CUETയിൽ പങ്കെടുക്കുന്നതിന് അവർ പൈസയോ അതുപോലെ ഏതൊരു രീതിയിലുള്ള സർവീസസോ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. CUET നടക്കേണ്ട പോലെ നടക്കും. ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനെ ഓപ്റ്റ് ചെയ്യാം. സ്റ്റുഡൻസിനെ എടുക്കുന്നത് CUET വഴി ആക്കാം എന്നിങ്ങനെ ഒരു ട്വീറ്റുമായിട്ടാണ് ജഗദേഷ് കുമാർ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഒരു കോളേജസിന് യൂണിവേഴ്സിറ്റീസിനൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടൽ NTL അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ കയറി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. ഉണ്ടാവാതിരുന്നാലും മതി, പക്ഷേ ഒന്നും ഉണ്ടാവേണ്ടതല്ല, ഞാൻ ചുമ്മാ അറിഞ്ഞാണ്. അങ്ങനത്തെ കുഴപ്പങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഈ ജഗദേഷ് കുമാർ വന്നിട്ട് പറയുന്നത് ആ പോർട്ടലിൽ കയറിയിട്ട്, ഈ NTA എക്സാം എന്നുള്ള ആ പോർട്ടലിൽ കയറി നിങ്ങൾ വേണ്ട കോളേജുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. ഇതിന് സ്പെഷ്യൽ ചാർജുകൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഫീസ് അടയ്ക്കേണ്ട എന്ന് മാത്രമല്ല, അതിന് ചാർജസ് പേ ചെയ്യേണ്ട എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനൊരു MOU എഴുതേണ്ട ആവശ്യമില്ല. MOU എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു അഗ്രിമെൻ്റ് ആണ് രണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരുടെ ഇടയിൽ. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെ ഇടയിലുള്ള ഒരു അഗ്രിമെൻ്റ് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്കോർ കൺസിഡർ ചെയ്യാം. അതെങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ആ സെക്കൻഡ് ട്വീറ്റ് കാണുന്നത്. ജഗദേഷ് കുമാർ പറയുന്നത് ഈ സ്കോറുകൾ, CUET വഴി നേടുന്ന സ്കോറുകളെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം, അതായത് ഈ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം, ഒരു ഫെസിലിറ്റി ഉണ്ടാക്കിയതിന് ശേഷം, കുട്ടികൾക്ക് ഈ സ്കോർ വെച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രം ഈ യൂണിവേഴ്സിറ്റികൾ ചെയ്തു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്ക്, അതായത് ഈ രണ്ട് സ്കോറും വെച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റികൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് കുട്ടി കൊടുക്കുന്ന സ്കോർ തന്നെയാണോ അവിടെ കുട്ടി കിട്ടിയിട്ടുള്ളതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ള മെക്കാനിസം പോലെ അദ്ദേഹം പറഞ്ഞാണ് ഈ ഒരു പോർട്ടൽ അല്ലെ ഈ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ കുട്ടികളെ ആ രീതിക്ക് അഡ്മിറ്റ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി, അഡ്മിറ്റ് ചെയ്യാവുന്ന ഒരു രീതി പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഒരു ഫീസും വാങ്ങാതെ, ഇതിനൊരു MOU പോലും എഴുതാതെ NTA അല്ലെങ്കിൽ UGC, NTA എക്സാം നടത്തുന്നു എന്നേ ഉള്ളൂ, UGC ഇതിന് തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അവർ മുന്നിൽ കാണുന്ന CUET നമ്മൾ ഈ കാണുന്ന CUET അല്ല. അവർ ഇതിൽ ഒരുപാട് വൺ നേഷൻ വൺ എൻട്രൻസ് എന്നുള്ള രീതിക്കുള്ള ഒരു CUET ആണ് അവർ മുന്നോട്ട് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 50ഓളം അല്ലെ 50ലേറെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു എക്സാം, അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ ദിവസങ്ങളായിട്ട് ഇവിടെ നിന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല നമ്മുടെ UGCയുടെ പ്ലാൻസ്, അല്ലെങ്കിൽ UGC ചെയർപേഴ്സൻ്റെ പ്ലാൻസ്. അദ്ദേഹം കാണുന്ന കിണാശ്ശേരി എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം ഒരൊറ്റ പരീക്ഷ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി CUET അംഗീകരിക്കുകയും അവരുടെ എലിജിബിലിറ്റി വരെ റിലീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കാണാത്തവർ പോയി കാണുക. പറഞ്ഞു വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്, വളരെ ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് മാറി മാറി പറയുമ്പം അത് ചുമ്മാ പറയുന്നതല്ല. കർണാടകയിൽ UGC ചെയർമാൻ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ ആയിട്ട്. 26ഓളം റെപ്രസെൻറ്റേറ്റീവ്സാണ് അദ്ദേഹത്തെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ന്യൂസ് എടുത്താൽ കാണാം, അവരിൽ ഒരുപാട് ആൾക്കാർ ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞു. ഞങ്ങളുടെ UG കോഴ്സുകളിലേക്ക് ഞങ്ങൾ CUET സ്കോർ വഴി മാത്രമേ സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ എന്നുള്ളത്. ആ വാർത്തകളൊക്കെ വഴിയേ വരും. അത് കർണാടകത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ആയതുകൊണ്ട് നമ്മളെ അധികം ബാധിക്കില്ല എന്ന് കരുതാം. പക്ഷേ ഈ ഒരു വിധിയിൽ നിന്ന്, ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നമ്മുടെ കേരളവും അധികം ദൂരെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് ഓർത്തിരിക്കുക. ഈ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം മാർച്ച് മുമ്പ്, ഫെബ്രുവരി വരെ CUET ഇല്ലായിരുന്നു. മാർച്ചിൽ CUET ഉണ്ടായി. ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ആ 26 യൂണിവേഴ്സിറ്റീസിലെ കുറേ യൂണിവേഴ്സിറ്റീസ്, പകുതി യൂണിവേഴ്സിറ്റീസ് എടുത്താൽ തന്നെ ഓൾമോസ്റ്റ് 70 യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട്. ഇവരൊക്കെ CUET ആണ് ഓപ്റ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റുഡൻസിനെ എടുക്കാനായിട്ട്. ഇതുപോലെ UGC അങ്ങ് എഫേർട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ
60-70 യൂണിവേഴ്സിറ്റിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കിപ്പം MG യൂണിവേഴ്സിറ്റിയിലായിരിക്കും പോകേണ്ടി വരും, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകേണ്ടി വരും. നാളെ ആയിരിക്കും ചിലപ്പോൾ അവർ അവരുടെ എലിജിബിലിറ്റി പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഇനി തൊട്ട് CUETയുടെ ഭാഗമാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ബാക്കി പേപ്പറൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോയിക്കോ, നിങ്ങൾ CUET എഴുതിയിട്ട് വാ, CUETയുടെ സ്കോർ മാത്രം മതി, ഞങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക, അത്ര ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. നിങ്ങൾ മുൻകൂട്ടി അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, അത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഒരുപാട് കാലമൊന്നും UGC പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് മാറിക്കാൻ പറ്റില്ല. ഒരു ഗവേണിംഗ് ബോഡിയാണ്, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കേട്ടേ മതിയാകൂ. അതുകൊണ്ട് തന്നെ CUETയെ പറ്റി ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ, CUETയെ പറ്റി അവെയർ ആവാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ന്യൂസുകളെല്ലാം തന്നെ എത്തിക്കുക. UGC ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരൊറ്റ പരീക്ഷയിലൂടെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥ വളരെ മുന്നിലാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു, നമ്മുടെയാണ് ഭാവി. അതുകൊണ്ട് ഈ എക്സാം എന്തായാലും നിങ്ങൾ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങളുടെ എയിംസ് വലുതാണെങ്കിൽ പോലും നിങ്ങൾ സ്കൂളിലൊരു പരീക്ഷ എഴുതുന്ന പോലെ വന്ന് ഈ പരീക്ഷ എഴുതുക. കാരണം ഈ പരീക്ഷ മിസ്സായാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. നിങ്ങൾ വേറൊരു കോഴ്സാണ്, അല്ലെങ്കിൽ വേറൊരു ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സയൻസ് MBBS ആസ്പിറൻ്റ് ആയിരിക്കാം, എങ്കിലും അതുപോലെ നിങ്ങൾക്ക് മറ്റ് പല ആഗ്രഹങ്ങൾ, പല ജോലി ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ +2 കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. എങ്കിലും ഈ എക്സാം എന്തായാലും ഒന്ന് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയാൽ നിങ്ങൾ പോയാൽ മതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എങ്കിലും ഈ എക്സാം എഴുതാതെ വിടുന്നത് ഒരു മോശം, അതായത് ഒരു അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല ഫോർ ഷുവർ. അതുകൊണ്ട് ഈ എക്സാമിനെ പറ്റി അറിയാവുന്നിടത്തോളം അറിയുക. പ്രപ്പോയ്സിൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ട് സ്വയം എഡ്യൂക്കേറ്റഡ് ആവുക. ഒരുവിധം കുറേ കാര്യങ്ങൾ തന്നെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ വീഡിയോസായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അറിയാം, ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ ആൾക്കാരിലേക്ക് എത്തിക്കാം കൂടുതലായിട്ട്. സോ അതിലൊന്നൊരു മടിയും കാണിക്കേണ്ട. ഈ ഒരു എക്സാം എന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ജഗദേഷ് കുമാർക്ക് ഓരോ ദിവസവും വന്ന് നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളതിനനുസരിച്ച് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറിയേക്കാം. അങ്ങനെ ഒരു ചോദ്യചിഹ്നമാകാതിരിക്കാൻ, അങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഭാവി മാറാതിരിക്കാൻ CUETക്കായിട്ട് പഠിക്കുക. CUETക്കായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ആ പരീക്ഷ എഴുതുക. ഈ വീഡിയോയിലൂടെ CUETയെ പറ്റി ആദ്യമായി കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഏതൊരു സംശയവും, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏതൊരു സംശയമായിക്കോട്ടെ, ചെറുതോ വലുതോ, ഇതുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ വളരെ നേരിയ ബന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പോലും ഒരു മടിയും കൂടാതെ ചോദിക്കാനും അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ CUET ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരു സംശയവും തീർത്ത് തരാൻ പ്രാപ്തരായിട്ടുള്ള, വളരെ ഏബിളായിട്ടുള്ള CUET എക്സ്പേർട്സ് ആണ് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലുള്ളത്. CUET ഓൾറെഡി വലുതാണ്, ഇനിയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലുതാവാനുള്ളൊരു എക്സാം തന്നെയാണ് CUET. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി ഇന്നല്ലെങ്കിൽ നാളെ CUETയിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾ CUET ഇന്നിപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ CUET എന്നുള്ളൊരു എക്സാം എഴുതാതിരിക്കരുത്. CUET എന്തായാലും അപ്പിയർ ചെയ്യുക. ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിങ്ങൾ എഴുതുന്നൊരു പരീക്ഷ പോലെയാണെങ്കിലും വന്ന് എഴുതുക. അപ്പോൾ ഈ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും പഠിച്ച്, കാരണം സിലബസ് അത്യാവശ്യം കവർ ചെയ്യാനുണ്ട്. +2 സിലബസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ എക്സാം പാറ്റേൺസ്, അതുപോലെ ഈ ജനറൽ ടെസ്റ്റൊക്കെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജനറൽ ടെസ്റ്റിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഇംഗ്ലീഷിലും അത്യാവശ്യം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. സബ്ജക്റ്റ് ഡൊമൈൻസ് ആയിക്കോട്ടെ, അതിലും നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നേടിയതിന് ശേഷം കൃത്യമായി വന്ന് പരീക്ഷ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് CUET നല്ലൊരു സ്കോർ ലഭിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊരു അവസരം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും, അതുപോലെ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്കും, അടുത്തുള്ള വീട്ടിലെ കുട്ടികളിലേക്കും, ആരൊക്കെ കാണുന്നുണ്ടോ അവർക്കൊക്കെ അറിയാവുന്ന +2 വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക, +1 വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവരും ഈ പരീക്ഷകളൊക്കെ തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഈ ഒരു എക്സാം നിർബന്ധമായി നിങ്ങൾ എഴുതുക. ഈ പോകുന്ന പോക്ക് കണ്ടിട്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എൻട്രൻസ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ ആദ്യത്തെ വട്ടം 2022-23 സെഷനിൽ തന്നെ ഇങ്ങനൊരു എക്സാം നടത്താനാണ് UGC തീരുമാനിക്കുന്നത്. അത് ഇതിൽ നിന്ന് വലുപ്പം കൂടുക എന്നല്ലാതെ 23 ഒക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് 2023-24 ആ ഒരു സെഷൻ, അടുത്ത വർഷത്തെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചുരുങ്ങിയതൊരു 100 യൂണിവേഴ്സിറ്റികൾക്ക് മേലെ CUET വഴി തങ്ങളുടെ സ്റ്റുഡൻസിനെ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സാമിനെ പറ്റി അറിയാതെ പോകരുത്. എക്സാമിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ചാനലിൽ ലഭിക്കും നിങ്ങൾക്ക്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം കുട്ടികളിലേക്ക്, മാക്സിമം ഫ്രണ്ട്സിലേക്ക്, മാക്സിമം ഫാമിലിയിലേക്ക് ഈ വാർത്തകളെല്ലാം തന്നെ നിങ്ങൾ എത്തിക്കുക.
അപ്പോൾ ഇതിൽ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, CUET നിങ്ങൾ നിർബന്ധമായും എഴുതുക. CUET എന്നൊരു എക്സാം, ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും പരീക്ഷ എഴുതുക. റിസൾട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. അപ്പം കൃത്യമായിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ മനസ്സിലാക്കി ഒരുപാട് കോഴ്സുകളുണ്ട്. നിങ്ങൾക്കിനി നിങ്ങളൊരു കോഴ്സിൽ പോയി ചേർന്നു, ആ കോഴ്സ് ഇഷ്ടമായില്ലെങ്കിൽ അതിൻ്റെ അടുത്ത കോഴ്സിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് വരെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ഉള്ളൊരു അവസരമാണ് CUET. സോ നിർബന്ധമായി നിങ്ങൾ എക്സാം എഴുതുക. CUETയെ സംബന്ധിച്ചുള്ള പുതിയൊരു വീഡിയോ, ഇതുപോലത്തെ അറിയിപ്പ്, ഞാൻ പറഞ്ഞു വാർണിംഗ് ആണ് എന്നുള്ളത്. സോ അതൊരു വാർണിംഗ് ആയിട്ട് തന്നെ കണക്കാക്കുക. CUET ഇമ്പോർട്ടൻ്റ് ആണ്. CUET വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പങ്കെടുക്കുന്ന ഒരു എക്സാമാണ്. ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള, ഒരുപാട് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് മിസ്സാക്കാതിരിക്കുക. നിർബന്ധമായും പരിചയത്തിലുള്ളവരെയും സ്വയവും എഴുതുക. പറഞ്ഞ പോലെ ഒരു പുതിയ വീഡിയോയുമായിട്ട്, എന്നും ഞാൻ പറയാറുള്ള പോലെ CUETയെ സംബന്ധിച്ച്, HSCയെ സംബന്ധിച്ച് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ അതുവരേക്കും പീസ് ഔട്ട്.